ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ മാരുതി വാഗണാർ ZX-i പ്ലസുമായിട്ടാണ്. പല കുടുംബങ്ങളുടെയും സ്വപ്നവാഹനമായ വാഗണാറിന് വന്നിരിക്കുന്ന വിലയെന്ന് പറയുന്നത് 5.5 ലക്ഷം മുതൽ 7.38 ലക്ഷം വരെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ വാഗണാർ 8 നിറങ്ങളിലും അവൈലബിൾ ആണ്. എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോൾ 89 bhp പവറും 113 Nm ടോർക്കുമാണ് 1200 cc 4 സിലിണ്ടർ എൻജിൻ്റെ കരുത്ത്. 22 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. വളരെ അതിശയിപ്പിക്കുന്ന കാര്യം, ഈ വണ്ടി 0 to 100 എത്താൻ വെറും 12.73 സെക്കൻഡ് മാത്രം മതിയെന്നാണ്. വണ്ടി ഓവറോൾ നോക്കുകയാണെങ്കിൽ 3655 മില്ലിമീറ്റർ ലെങ്ത്തും 1620 മില്ലിമീറ്റർ വീതിയും 1675 മില്ലിമീറ്റർ ഹൈറ്റും 850 കിലോഗ്രാം ഭാരവുമാണ് ഈ വണ്ടിക്കുള്ളത്. മുമ്പിലേക്ക് വരുമ്പോൾ 2 ഹെഡ്ലൈറ്റും 2 ഫോഗ് ലൈറ്റും കാണാം. ഇത് രണ്ടും വരുന്നത് ഹാലോജൻ ആണ്, LED അല്ല. പിന്നെ DRL ഈ വണ്ടിക്ക് അവൈലബിൾ അല്ല. മുൻഭാഗം വളരെ ഭംഗിയാക്കാൻ വേണ്ടി നമ്പർ പ്ലേറ്റിന് താഴെയായി സ്കഫ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഡ്യുവൽ ടോണിലും അവൈലബിൾ ആണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലൈറ്റ് കാണാം. ഇത് രണ്ടും ഹാലോജൻ ആണ്. പിന്നെയുള്ളത് അധിക വണ്ടികളിലും ഈ സെഗ്നലിൽ കാണാത്ത വൈപ്പറും ഡീഫോഗറും ഇതിന് നൽകുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ളത് അതിൻ്റെ 14 ഇഞ്ച് ബ്ലാക്ക് ആരോസ് ആണ്. അത് വളരെ ഭംഗിയായി തന്നെ സുസുക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സ്റ്റിയറിങ്ങിൽ തന്നെ ക്രമീകരിക്കാവുന്ന വോളിയം സ്വിച്ചും മറ്റും കാണാം. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ വരുമ്പോൾ വലിയ സ്പീഡോമീറ്ററും ചെറിയ RPM മീറ്ററും കാണാം. ഇതിൽ തന്നെ ലോ ഫ്യൂൽ വാർണിംഗ്, ഡോർ അജാർ വാർണിംഗ്, ഗിയർ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാണാവുന്നത് മാരുതിയുടെ അധിക വണ്ടികളിലും കാണപ്പെടുന്ന 7 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനാണ്. പിന്നെയുള്ളത് നല്ല കേൾവി സുഖം തരുന്ന 4 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ 5 സ്പീഡ് AMT ഗിയർ ബോക്സും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ല, പകരം മാനുവൽ ക്ലൈമറ്റ് കൺട്രോളാണ് ഉള്ളത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് ഫ്രണ്ടും ബാക്കും സീറ്റുകളിൽ വരുന്നത്. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ഹാൻഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഇല്ല, പകരം ഒരു ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉയരമുള്ളവർക്ക് അത് പ്രയാസമാകാൻ സാധ്യതയുണ്ട്. പിന്നെ പറയാനുള്ളത്, ബാക്കിൽ 60-40 സ്പ്ലിറ്റ് സീറ്റുകളാണ് വരുന്നത്. പിന്നെ പാസഞ്ചർ സീറ്റിൻ്റെ പിറകുവശത്തായി സ്റ്റോറേജ് സ്പേസും കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഗണാർ എന്ന വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ശരിക്കും ഈ പ്രൈസിന് മാരുതി സുസുക്കി വാഗണാർ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണ്. ഈ 7 ലക്ഷത്തിന് തന്നെ സാധാരണ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വാഗണാറിൽ മാരുതി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.